മമ്മി റോട്ടിയുടെ ആൾക്കാർ പോകുമ്പോൾ മമ്മിയുടെ ശ്രദ്ധ അവിടെ കേട്ടോ. ഇമാജിൻ ചെയ്തതിന് അപ്പുറമായി HD മേക്കപ്പ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. അങ്ങനെ എൻ്റെ മകളെ നല്ല ചുരിദാർ വേഷത്തിലൊക്കെ കാണാൻ പറ്റിയല്ലോ. കുറച്ച് നാളായിട്ട് ഞാൻ കുറച്ച് ഫെമിനിയൻ ലുക്കിലാളെ. അടിപൊളി കളറ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആണോ? ഈ കളർ ഞാൻ ചെയ്യിപ്പിച്ചെടുത്ത കേട്ടോ, അല്ലാതെ ഈ കളറൊന്നും കിട്ടില്ല. ഓ അത് ശരി, ഇത് ചെയ്യിച്ചതല്ലേ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നല്ലൊരു ബ്ലൂ കളർ അല്ലേ? സീക്വൻസ് ഒക്കെ ചെയ്യിപ്പിച്ചെടുത്താണോ? മമ്മി ഈ സീക്വൻസ് ഒന്നും ചെയ്യിപ്പിച്ചെടുത്തല്ല, ഇത് ആക്ച്വലി ഈ ക്ലോത്തിൽ ഉണ്ടായിരുന്നു, ഓൾറെഡി ഈ ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ വൈറ്റ് കളർ മെറ്റീരിയൽ ആയിരുന്നു ഇത്. ഇത് നമ്മള് ഫുൾ കളർ ചെയ്യിപ്പിച്ചെടുത്തതാണ്, ഈ ഒരു ബ്ലൂ കളറിൽ ചെയ്യിപ്പിച്ചെടുത്തത്. ഇങ്ങനത്തെ കളറൊന്നും കണ്ടിട്ടില്ല. അപ്പൊ കളർ ചെയ്തിട്ട് ബാക്കി സീക്വൻസ് ഒക്കെ അതേ വെള്ളി കളറിൽ തന്നെ നിൽക്കും, ബാക്കി ക്ലോത്ത് വന്നിട്ട് ഈ ഒരു കളറാവും. ഓ അത് ശരി, നല്ല ഭംഗിയില്ലേ? ഈ ഒരു കളർ ചുരിദാർ ഞാൻ ഡ്രീം ചെയ്ത് നടക്കാൻ വേണ്ടി എത്ര നാളായെന്നറിയാം, പക്ഷെ ഒരിടത്തും കിട്ടിയിട്ടില്ല. നമ്മൾ ഏറെക്കുറെ ഒരു ബ്ലൂ കളറൊക്കെ എടുക്കുമ്പോൾ ഈ ഒരു കളറിൽ ഒരിക്കലും വരത്തില്ല കേട്ടോ. അത് നല്ലൊരു രസമുള്ള കളറില്. നല്ല രസമാണല്ലോ. ഇത് എവിടെ ഞാൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുത്തിച്ച കമ്മലായിരുന്നു. അപ്പൊ അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഹെവിയാ അല്ലേ? ഹെവിയാണ്, നല്ല ഭംഗി. പക്ഷെ ഇങ്ങനത്തെ ഒരു ഇയറിങ്സ് നമ്മൾ ഇടുവാണെങ്കിൽ തന്നെ ഉണ്ടല്ലോ, ഈ ഒരു ഒറ്റ ആക്സസറീസ് നമ്മൾ ഇടാവുള്ളൂ, അധികം വാരി വലിച്ചിടരുത്. അപ്പൊ ഇതിന്റെ ഭംഗി പോകും. മാല ഇടരുത് ഇങ്ങനത്തെ കമ്മൽ ഇടുമ്പോഴത്തേക്കും. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? എനിക്ക് ഇഷ്ടമായത്. അതുപോലെ നമ്മുടെ മാച്ച് ചെയ്യുന്നുണ്ടല്ലേ. പിന്നെ ഈ ഒരു ചുരിദാറിന്റെ പ്രത്യേകത വന്നിട്ട് മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ 3 മെറ്റീരിയലാണ് ഞാൻ ഈ ഒരു ചുരിദാറിന് വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ. ഇത് ഇത്രയും പോർഷൻ വരുന്നത് ഒരു മെറ്റീരിയലാണ്, പിന്നെ ഈ യോക്ക് പോർഷൻ വരുന്നത് ഇത് വേറെ മെറ്റീരിയലാണ്, പിന്നെ ഹാൻഡിന് ഇത് കണ്ടോ ഈ അറ്റത്ത് ഇത്രയും വീതിയിൽ വർക്ക് വരുന്ന ഒരു മെറ്റീരിയൽ എടുത്തു. അപ്പോൾ 3 മെറ്റീരിയലാണ് നമ്മൾ ഇതിന് എടുത്തേക്കുന്നത്. പിന്നെ ഷോളും സെപ്പറേറ്റ് എടുത്തു, പിന്നെ ലെഗിൻസ് നമ്മൾ എടുത്തു കൊടുക്കുക. ഇത് പ്ലെയിൻ വൈറ്റ് കളർ, അത് ഈ കളർ ആയതാണ്, ഡൈ ചെയ്ത് എടുത്തതാണ് ഈ ഒരു. അപ്പൊ അങ്ങനെയാണ് ഈ ചുരിദാറിന് വലിയൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ. അത് ശരി. അപ്പൊ ഇപ്പൊ ചുരിദാറൊക്കെ ഇടാൻ ഇഷ്ടമായി തുടങ്ങിയോ? എന്താ ഇങ്ങനത്തെ ചുരിദാറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവൾ ആരും ഇട്ടുപോലോ. ഭയങ്കര രസമല്ലേ ഈ ഒരു കളറൊക്കെ കാണാനായിട്ട്. അതുപോലെ മറ്റേ വാഴക്കൂമ്പ് വച്ച, ചെറുപയർ പച്ച, അതുപോലെ മഞ്ഞക്കിളിയുടെ മഞ്ഞ കളറ്, അങ്ങനത്തെ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഭയങ്കര റെയർ കളറുകളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ചുരിദാറിന് ഏറെക്കുറെ മാച്ചിങ് ആയിട്ടാണ് ഈ ഒരു ഇയറിങ്സ് ഞാൻ ചൂസ് ചെയ്തത് കേട്ടോ. പക്ഷെ വന്നു കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടല്ലേ, ഈ ചുരിദാറിന് അതേ കളറിലായി. ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ചുരിദാറിൻ്റെ വിശദ വിവരങ്ങൾ പിന്നെ പറയുകയാണെങ്കിൽ മെറ്റീരിയലും ഡൈയിങ്ങും എല്ലാം കൂടി ഓൾമോസ്റ്റ് ഒരു 5000 ആ ഒരു റേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചുരിദാർ നമ്മൾ ചെയ്തെടുത്തപ്പോൾ. പിന്നെ മമ്മി ഞെട്ടിപ്പോയോ? റിലാക്സ്. ഞാൻ സാരി മേടിച്ചൊന്നും അധികം കാശ് കളയാറില്ല കേട്ടോ. സാരിയല്ല, ഞാൻ മമ്മിയുടെ സാരി, പിന്നെ ഇവിടുത്തെ മമ്മിയുടെ സാരി, എൻ്റെ മമ്മിയുടെ സാരിയൊക്കെ ഞാൻ ഉടുത്ത് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നത്. പിന്നെ ഫോട്ടോഷൂട്ട് പർപ്പസിന് വേണ്ടിയിട്ട് സാരി കിട്ടുമ്പോൾ അതെടുക്കും. പക്ഷെ ചുരിദാർ അങ്ങനെയല്ലല്ലോ, നമ്മൾ ഇടില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എക്സ്പെൻസീവ് ആയാലും കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷേ കുറേ നാൾ കൂടി ഒരു ആഗ്രഹം കൊണ്ട് എടുത്താട്ടോ ഇത്ര എക്സ്പെൻസീവ് ചുരിദാർ. ഞാൻ ഇത്രയും എക്സ്പെൻസിലേക്കൊന്നും പോകാറില്ല, പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു എമൗണ്ട് ആവും മമ്മി. ഡൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ 2000 ആ ഒരു ഇതാവും. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇമാജിൻ ചെയ്തതിന് അപ്പുറമായി. ഷോളൊക്കെ ആണെങ്കിൽ ഇടാൻ ഒരു സുഖമല്ലേ? മേത്തിങ്ങനെ നന്നായിട്ട് കിടക്കുന്ന ഒരു ഷോളാട്ടോ. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ടക്ക് കൊടുത്തിട്ടില്ല. നോർമലി ഞാൻ ടക്ക് കൊടുക്കുന്നതാണ്. പിന്നെ ബാക്കിൽ വരുമ്പോൾ ഇൻവിസിബിൾ സിബ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇടാനുള്ള എളുപ്പത്തിന്. പിന്നെ ഇതാണ്, പിന്നെ ആങ്കിൾ ലെങ്ത് ഇത് ലെഗിൻസ് ആണ്. പിന്നെ ഈ ഒരു ചുരിദാറിൻ്റെ കൂടെ ഏറ്റവും ആപ്റ്റ് ഹീൽസ് തന്നെയായിരിക്കും. പക്ഷെ ഞാൻ ഫ്ലാറ്റ് ആയിട്ടുള്ള ചെരുപ്പാണ് യൂസ് ചെയ്യുന്നത്, കാരണം ഓൾറെഡി എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇനി ഹീൽസ് ഒക്കെ ഇടാൻ ഇങ്ങനെ നോക്കേണ്ടി വരും, തപ്പി കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ. അപ്പോൾ മമ്മി എന്താണേലും പോയിട്ടോ. നമ്മൾ ഈ ഒരു ചുരിദാറിൻ്റെ കൂടെ നമ്മൾ ഹീൽസും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഹീൽസ് ആണ് കുറച്ചുകൂടെ ആപ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. ഗോൾഡൻ കളർ ഹീൽസ് ആണ്. അപ്പോൾ ഇതിലൊരു ഗോൾഡൻ ടച്ച് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഐ ഷാഡോയും അതുപോലെ എക്സ്ട്രാ വരുന്ന ആക്സസറീസിലാണെങ്കിലും ഗോൾഡൻ കളറാണ് എടുത്ത് നിൽക്കുന്നത്. പിന്നെ ഇടയ്ക്കോടെ ഒരു വയലറ്റ് കളറും ഉണ്ട്. അപ്പം വയലറ്റും അല്ല ബ്ലൂ അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് നമ്മുടെ ഇയറിങ്സ് വന്നിട്ട്. പിന്നെ ചെയ്തിരിക്കുന്നതാണെങ്കിൽ HD മേക്കപ്പാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഹെയർ എക്സ്റ്റൻഷൻ ആണെങ്കിൽ കളേർഡ് ഹെയർ എക്സ്റ്റൻഷനാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു റിങ്ങും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ കേട്ടോ. പക്ഷേ ഇതിന് പറ്റിയതൊന്നും എൻ്റെ കയ്യിൽ കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഏറ്റവും നല്ലത് ഓവറായിട്ട് വലിച്ചു വാരി ഇടുന്നതിനെക്കാട്ടും നല്ലത് മിനിമലായിട്ട് നമ്മൾ ഒരുങ്ങുന്നതാണ്. സോ മാക്സിമം ജുവലറീസ് അവോയ്ഡ് ചെയ്യുക. ഒരുപാട് ഹെവി ഇയറിങ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടു കേട്ടോ, എൻ്റെ നെയിൽ പോളിഷ് ഉണ്ടോ ഗോൾഡൻ കളർ. അപ്പോൾ ഇതിന് ഈ ഒരു ലുക്കിന് മാച്ചായി പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ചൂസ് ചെയ്തത്.
ഹലോ എവരി വൺ. അപ്പം നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മുടെ ഫേസ് പ്രിപ്പയർ ചെയ്യുകയാണ്. വിഷ്കറിൻ്റെ റോസ് വാട്ടർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ഫേസ് പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ നമ്മൾ എംബ്രലൈസിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു മേക്കപ്പ് മോയ്സ്ചറൈസറാണ്. മേക്കപ്പ് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യാൻ നല്ലതാണ്. അടുത്ത് വന്നിട്ട് അഫേഴ്സ് മാജിക് ഡ്രോപ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അതൊരു പ്രൈമറാണ് ആക്ച്വലി. നന്നായിട്ട് നമ്മുടെ സ്കിൻ ഗ്ലോ ആക്കും. പിന്നെ നമ്മളിതേ കറക്റ്റർ യൂസ് ചെയ്യുകയാണ്. മാക്കിൻ്റെ കൺസീലർ പാലറ്റിലുള്ള കറക്റ്ററാണ്. ദെൻ ടാർട്ട് കൺസീലറാണ് നമ്മൾ ഐ പോർഷനിൽ ഇട്ട് കൊടുക്കുന്നത് ഐ മേക്കപ്പിന് തൊട്ട് മുമ്പായിട്ട്. ദെൻ ഇനി നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഐ മേക്കപ്പ് സോഫ്റ്റ് ഗ്ലാം അനസ്താഷ്യ പാലറ്റിലെ ബ്രൗൺ കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് കണ്ണിന് ഒരു കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഫീച്ചേഴ്സ് എടുത്ത് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ദെൻ നമ്മൾ കട്ട് ക്രീസ് ഐ ഷാഡോ ആണ് ചെയ്യുന്നത്. ഒരു ബ്രഷ് വെച്ചിട്ട് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ക്രീസ് വരച്ചു കൊടുക്കുകയാണ്. ദെൻ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ടൊക്കെ നന്നായിട്ട് അത് ഫിനിഷിങ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമ്മൾ ഹ്യൂഡ ബ്യൂട്ടി റോസ് ഗോൾഡ് പാലറ്റിലെ ഒരു ഗോൾഡ് കളർ 916 എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ നല്ലൊരു ആപ്ലിക്കേറ്റഡ് ബ്രഷ് വെച്ചോ അല്ലെങ്കിൽ ഫിംഗേഴ്സ് വെച്ചോ ഇട്ട് കൊടുക്കാം. ദെൻ മാക്കിൻ്റെ ഐജൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് ഫസ്റ്റ്. ദെൻ നമ്മൾ ലൈനർ വരച്ച് കൊടുക്കുകയാണ്. അത് എനിക്ക് അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഒരു ലൈനർ നമ്മൾ വരച്ച് കൊടുക്കുമ്പോൾ വളരെ ഫിനിഷിങ്ങിൽ വേണം നമ്മൾ വരച്ച് കൊടുക്കാൻ. ദെൻ മാക്കിൻ്റെ ലാഷസ് ആണ്. അതിന് മുമ്പായിട്ട് കളർ ബാറിൻ്റെ ലാഷ് കളർ വെച്ച് നമ്മൾ ലാഷ് നന്നായിട്ട് കേൾ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ദാഹമാണ് കേട്ടോ. എന്തൊരു നട്ട് ഉച്ചയ്ക്കിരുന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇത് കണ്ടോ, ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. കുറച്ച് പണിയും കൂടെ ഉണ്ട് കേട്ടോ. ബെനഫിറ്റിൻ്റെ ബാർഗേൺ മസ്കാര വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഫിനിഷിങ് ചെയ്ത് കൊടുക്കുന്നു. നല്ല രസമുണ്ടല്ലേ. മാക്കിൻ്റെ സ്ട്രോക്ക് ക്രീം വെച്ചിട്ട് കുറച്ചുകൂടി ഒരു ഗ്ലോയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്നു. ഇതിപ്പം ഓപ്ഷണലാണ് കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് ചെയ്താൽ മതി ഇങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് കുറച്ച് ഗ്ലോ വേണം, അതുകൊണ്ടാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ മാക്കിൻ്റെ കറക്റ്റർ പാലറ്റ് വെച്ചിട്ട് നമ്മൾ അണ്ടർ ഐ സർക്കിൾസും അതുപോലെ ഫേസിലെ മാർക്കെല്ലാം കവർ ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഹ്യൂഡ ബ്യൂട്ടിയുടെ ആ ഒരു ഡപ്പ തുറന്നില്ല, അതിന് പുറത്തിരിക്കുന്ന പൗഡർ വെച്ചിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നാൾസാണ് അപ്ലൈ ചെയ്യുന്നത്. പഞ്ചാബ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് എൻ്റെ കറക്റ്റ് സ്കിൻ ഷെയ്ഡാണ്. നല്ലൊരു നാച്ചുറൽ സ്കിൻ ഫിനിഷിലേക്ക് വന്നാൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ പാക്കിൻ്റെ ഐബ്രോ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ഡ്രോ ചെയ്ത് കൊടുക്കുന്നു. ഇനി അടുത്തായിട്ട് മൈഗ്ലാബിൻ്റെ ഐ പെൻസിൽ വെച്ചിട്ട് കണ്ണിൻ്റെ വാട്ടർ ലൈൻ ഡ്രോ ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമ്മൾ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ വെച്ച് കണ്ണ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ മസ്കാര അപ്ലൈ ചെയ്യുന്നു. ടാർട്ടയുടെ കൺസീലർ യൂസ് ചെയ്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, ഹൈലൈറ്റിംഗ് പോയിൻറ്റ്സ് എല്ലാം. ദെൻ കാലിക്കോണ്ടോർ പാലറ്റ് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നു. നോസ് ചെറിയൊരു ബ്രഷ് വെച്ചിട്ട് കോണ്ടോർ ചെയ്യുന്നു. ദെൻ മാക്കിൻ്റെ പിഞ്ച് മീ എന്ന് പറയുന്ന ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം മാക്കിൻ്റെ ലിപ് പ്രൈമർ യൂസ് ചെയ്ത് ലിപ് പ്രൈമർ ചെയ്തിട്ട് സെഫോറയുടെ 41 ഷെയ്ഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ദെൻ ചാർലറ്റ് ടിൽബറിയുടെ എയർബഡ് സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര ഗ്ലോ ആണ് കേട്ടോ ഇതിന്. പിന്നെ ഫെൻഡി ബ്യൂട്ടിയുടെ ഡയമണ്ട് ബോംബ് എന്ന് പറയുന്ന ഹൈലൈറ്റർ. സൂപ്പർ ഫിനിഷിംഗ് ആണ് ഇതിൻ്റെ. നിങ്ങൾക്ക് ക്യാമറ നോക്കിയാൽ അറിയാൻ പറ്റുമെന്ന് അറിയില്ല, ഭയങ്കര ഗ്ലോ ആണ്. പിന്നെ മാക്കിൻ്റെ ഹൈലൈറ്ററും കൂടെ കൂടി മിക്സ് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കുന്നു. ഭയങ്കര ഗ്ലോ ആണ് കേട്ടോ. നമ്മൾ ക്യാമറയിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ. നല്ല ഫിനിഷിംഗ് ആയി നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ്. ഇനി നമ്മൾ ഹെയറിൻ്റെ പരിപാടിയാണ്. ഹെയർ എക്സ്റ്റൻഷൻ ഞാൻ കയറ്റാൻ പോവാണ് ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഹെയർ ഹാഫായിട്ട് നമ്മൾ എടുത്ത് കെട്ടണം. നന്നായിട്ട് കോംബ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഹാഫ് പോർഷൻ നമ്മൾ പിൻ ചെയ്ത് വയ്ക്കുന്നു. ദെൻ അതിൻ്റെ ഇടയിലാണ് നമുക്ക് ഈ ഹെയർ എക്സ്റ്റൻഷൻ കയറ്റേണ്ടത്. നമ്മുടെ ഹെയർ എക്സ്റ്റൻഷൻ വന്നിട്ട് കിസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. നല്ലൊരു ബ്രാൻഡാണ്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ആണെന്ന് നമുക്ക് തോന്നും. കളേർഡൊക്കെയാണ്, നല്ല രസമുണ്ട്. അതിലിങ്ങനെ ക്ലിപ്സൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കത് വെച്ചിട്ട് നമുക്ക് ഹെയറിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ദെൻ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഹെയർ ഈ ഒരു ഹെയർ എക്സ്റ്റൻഷനായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അത്ര മാത്രമേ ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പിൻ ചെയ്യുമ്പോൾ നമുക്ക് ഹെയറിന് തലയ്ക്ക് വേദന എടുക്കാത്ത രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പിൻ ചെയ്യുക. ദെൻ മുടി അഴിച്ചിട്ട് നോക്കുക നമ്മുടെ ഹെയർ എക്സ്റ്റൻഷനായിട്ട് ചേരുന്നുണ്ടെന്ന്. കുറച്ചൊരു ചേരായ്മയുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കുന്നു ഹാഫ് പോർഷൻ എടുത്ത് ബാക്കിലേക്ക് സ്ലൈഡ് വെച്ചിട്ട് കുത്താമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഓസിസിൻ്റെ സ്പാർക്ലർ സ്പ്രേ വെച്ചിട്ട് ഹെയറിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. മുടി ഒന്ന് ഒതുങ്ങിയിരിക്കുക. ഷൈൻ സ്പ്രേ ആണത്. അത് വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. അപ്പം ഒരു ഗ്ലോയും കുറച്ച് മുടിയൊക്കെ ഒതുങ്ങിയിരുന്നോളും, നല്ലതാണ്. അപ്പോൾ അത് സ്പ്രേ ചെയ്തിട്ട് ഞാനിങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുവാണ്. ദെൻ ഹാഫ് മുടി ബാക്കിലേക്ക് സ്ലൈഡ് വെച്ച് കുത്താനാണ് എൻ്റെ പ്ലാന്. അപ്പോൾ ഹെയർ നല്ലോണം ഒതുക്കി നമ്മൾ കോംബ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സ്ലൈഡ് വെച്ച് കുത്തുവാണ്.
ആകെ എനിക്ക് കുറച്ച് മുടിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഈ ഹെയർ എക്സ്റ്റൻഷനായിട്ടൊരു കണക്ഷൻ തോന്നാതിരിക്കും അഴിച്ചിട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്ലൈഡ് വെച്ച് കുത്തുന്നത്. അപ്പം മുല്ലപ്പൂ സ്ലൈഡ് വെച്ച് നമുക്ക് സെക്യൂർ ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ എൻ്റെ ഹെയർ തന്നെ ചെയ്യുമ്പോൾ അത് കുറച്ച് ഭംഗിയാവുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. വേറൊരാൾക്ക് ഞാൻ ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഫിനിഷിങ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ തന്നെ ഡ്രസ്സും എല്ലാം ഇട്ട് വീഡിയോയും എടുത്ത് അതുപോലെ ഫേസും ചെയ്ത് എല്ലാവരും വരുമ്പോഴത്തേക്കും കുറേ നേരം എടുക്കും. പിന്നെ ഹെയർ ചെയ്യാനുള്ള ഒരു ക്ഷമ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഭയങ്കര പാടാണ് കേട്ടോ എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യുവാണെങ്കിൽ ഹെയറിൻ്റെ കാര്യത്തിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഹെയർ എക്സ്റ്റൻഷൻ കയറ്റി ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്യാനൊക്കെ നമുക്ക് സമയം കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഹെയർ പിന്നെ ഫ്രണ്ടൊന്നും ഒരുപാട് പൊക്കാൻ പോയില്ല. ക്രിമ്പൊക്കെ ചെയ്താൽ ഫ്രണ്ടൊക്കെ നന്നായിട്ട് വരും. ദെൻ നമ്മുടെ ഇയറിങ്സ് ആണ്. ഇയറിങ്സ് ഞാൻ ഫുള്ളി ജാബി എന്ന് പറയുന്നൊരു സൈറ്റിൽ നിന്നാണ് വാങ്ങിയത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട് ആ ഇയറിങ്സ് കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ലുക്ക് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. ഈ ഒരു ചുരിദാറിൻ്റെ കളറും ആ ഒരു ഇയറിങ്സും എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ.